ഇതേ രാജീവരൻ. ആ 14 ബാക്കി വരുമ്പോ 10-700 രൂപ പോയാ ഈ 700 രൂപ അങ്ങവാടി എടുക്കുന്ന ആശാനല്ല. ഇപ്പോഴത്തെ പണിക്ക് 700 കിട്ടുകയില്ല. അതായത് അതിനുള്ള ടിക്കറ്റ് വെക്കണുള്ളൂ. പകലന്തിയോളം സൈക്കിൾ ഉന്തി ഭാഗ്യം വിൽക്കുന്നവർ ഇപ്പോൾ ദൗർഭാഗ്യത്തിന്റെ പടുകുഴിയിൽ. അപ്പൊ ഇല്ലാത്ത ഒരാള് നിലനിർത്തി അതിന് നിലനിർത്തി 30 ടിക്കറ്റ് കൊണ്ടുവരുള്ളൂ. 1 മണി വരെയും കൊണ്ടു നടന്നിട്ടും ചെയ്യുന്നില്ല. പിന്നെ അതിന് തന്നെ കച്ചവടം. പുലർച്ചെ 5 മുതൽ തുടങ്ങും ലോട്ടറി കച്ചവടക്കാരുടെ ഊരുചുറ്റൽ. 2 മണിയാകുമ്പോഴേക്കും കയ്യിലുള്ള ടിക്കറ്റുകൾ വിറ്റുതീർക്കണം. അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന ടിക്കറ്റുകളുടെ വില സ്വയം ഒടുക്കേണ്ടി വരും. വർഷങ്ങളായി കേരള സർക്കാരിന്റെ ഭാഗ്യക്കുറി ടിക്കറ്റുകൾ വിൽപ്പന നടത്തുന്ന ലോട്ടറി കച്ചവടക്കാരുടെ ജീവിതം ദുരിതപൂർണമാണ്. നേരത്തെ കൈനിറച്ച് സമ്മാനങ്ങളും എടുക്കുന്ന ജോലിക്ക് കമ്മീഷനും ലഭിച്ചിരുന്ന ലോട്ടറി കച്ചവടം ഇപ്പോൾ ആകെ മൊത്തം നഷ്ടത്തിലാണ്. സമ്മാനങ്ങളുടെ എണ്ണം ഘട്ടം ഘട്ടമായി കുറച്ച് നാട്ടിൽ ലോട്ടറി സമ്മാനമടിക്കുന്നവരുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു. അതുകൊണ്ടുതന്നെ ടിക്കറ്റ് എടുക്കുന്ന ആളുകളുടെ എണ്ണവും കുറഞ്ഞു വന്നു. അതിനിടയിലാണ് ഇക്കഴിഞ്ഞ മെയ് 2-ന് സംസ്ഥാന സർക്കാർ ടിക്കറ്റ് വില 50 രൂപയാക്കി പുതുക്കി നിശ്ചയിച്ചത്. 50 രൂപയ്ക്കിന് ശേഷം തീരെ ചെലവില്ല. ഈ ടിക്കറ്റ് 40 രൂപയപ്പോൾ നല്ല ചെലവുണ്ടായിരുന്നു. സാധാരണ ലോട്ടറിക്കാരെ പിഴിയാനാണ് സർക്കാർ ചെയ്തേക്കുന്നത്. ഇത് ശരിയല്ല ഇവിടെ ചെയ്തേക്കണം. കാരണം ഒരാൾക്കൊരു പ്രൈസ് കൊടുക്കുന്നില്ല. ഇത് കമ്പനിക്ക് അടിക്കില്ല, കമ്പനിക്ക് തന്നെ അവർക്ക് തന്നെ കിട്ടുന്നത്. ഒരാൾക്ക് ഈ പ്രൈസ് പുറത്ത് പോകണില്ല. ഈ 50 രൂപയുടെ പ്രൈസിന്റെ ആവശ്യമില്ല. 50 രൂപ വെക്കേണ്ട ആവശ്യമില്ല. 40 രൂപ വെച്ചാൽ മതി. 40 രൂപയാണെങ്കിൽ ആ ടിക്കറ്റ് ചെലവോ. പിന്നെ ഇതില് ഈ 50 രൂപയുടെ ആൾ ടിക്കറ്റ് എടുത്താൽ 50 രൂപ കിട്ടിക്കുക. ഞാൻ 50 രൂപ ടിക്കറ്റ് എടുക്കില്ല. 2000 പ്രൈസ് ഇല്ല. 5000 തന്നെ കുറച്ച് 18,000 ഉള്ളൂ. പണ്ട് 23,000 ഉണ്ടായിരുന്നു FF-ല് 50-50. അത് കുറച്ച്. ഇത് സർക്കാരിന് തന്നെ. ഈ സർക്കാർ ഇവിടുന്ന് മാറുക തന്നെ വേണം. ഇത് വേറെ സർക്കാർ വന്നാലും ഇത് വലിയ മറ്റുണ്ടാവുള്ളൂ. അല്ല ഞങ്ങളെ സാധാരണക്കാര് ഈ വിൽപ്പനക്കാർക്ക് ഇത് വിറ്റിട്ടുണ്ട് 1 രൂപ. ഈ സർക്കാർ ഇത് മാറ്റണം, അല്ലെങ്കിൽ മാറ്റം കൊണ്ടുവരണം. നേരത്തെ എത്ര ടിക്കറ്റ് വിറ്റിരുന്നു? നേരത്തെ 180 ടിക്കറ്റ് വിറ്റിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വിൽക്കണത് 60 എണ്ണവും. അത് മനസ്സിലാക്കണം. ആരും മേടിക്കുന്നില്ല. കഴിഞ്ഞ 20 ദിവസം കൊണ്ട് 9,000 രൂപ നഷ്ടം വന്ന ലോട്ടറി കച്ചവടക്കാരനുണ്ട്. 200 ടിക്കറ്റുകൾ വരെ ചെലവായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 50 ടിക്കറ്റുകൾ മാത്രമാണ് ചെലവാകുന്നത്. അതുകൊണ്ട് തന്നെ പലർക്കും കച്ചവടം നഷ്ടത്തിലാണ്. 60 ടിക്കറ്റുകൾ വിറ്റിരുന്നയാൾ ടിക്കറ്റ് വില 50 ആയതോടെ വിൽപ്പന 30 ടിക്കറ്റായി കുറച്ചു. ഈ 30 ടിക്കറ്റും ഉച്ചയ്ക്ക് 2 മണി വരെ കൊണ്ടു നടന്നാലും വാങ്ങാൻ ആളില്ലാതായതോടെ ഇന്നലെയോടെ അദ്ദേഹം കച്ചവടം നിർത്തി. 60 ടിക്കറ്റ് ഞാൻ വിറ്റിരുന്ന അത് പോകാണ്ടായപ്പോ പിന്നെ 30 ടിക്കറ്റ് പോകുന്നില്ല എന്ന് വെച്ചാൽ 1 മണിയൊക്കെ ആകുമ്പോഴത്തേനും ആരെങ്കിലും കയ്യിൽ കെട്ടിയേപ്പിച്ച് തീർക്കലാണ്. അത് ഒരു പ്രൈസും കിട്ടണില്ല. ആളുടെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് ആളുകൾക്ക് വേണ്ട. 3 എണ്ണം 4 എണ്ണം എടുത്തിരുന്ന ആൾ 1 എണ്ണത്തിന് ബെല്ലപ്പോഴും അത് അവരെ ചീത്തയായിട്ടിട്ട് ഇങ്ങനെ പിടിപ്പിക്കുകയാണ്. ഇത് എടുക്കേട്ടാന്ന് പറഞ്ഞ് പിടിപ്പിച്ചിട്ടാണ് ഈ 30 ടിക്കറ്റ് ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്ന് വരെയും വിറ്റേ. ഇന്നത്തെ ടിക്കറ്റ് ഞാൻ എടുത്തിട്ടില്ല. ഇന്നലെ വരെ 30 ടിക്കറ്റ് വീട്ടിൽ തീർത്ത്. ആകെ 30 ടിക്കറ്റാണ്. 60 ടിക്കറ്റ് 90 ടിക്കറ്റ് ഞാൻ വിറ്റിരുന്ന. പിന്നെ 30 എണ്ണം ആക്കിയിട്ടും ഈ 50 രൂപയതിനു ശേഷം വിറ്റിട്ട് തീർന്നില്ലതാണ്. അപ്പൊ ഇന്നുപോലെ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടില്ല. ഇന്നത്തെ ടിക്കറ്റ് പോലും എടുത്തിട്ടില്ല. അപ്പൊ അതാ കണ്ടീഷനുള്ളത്. ഒരാൾക്കും വേണ്ട ടിക്കറ്റ്. കാരണം വെച്ചാൽ ആരും എടുക്കണില്ല. കാരണം എന്തെങ്കിലും പ്രൈസ് കിട്ടിയുള്ള ആളുകൾ എടുക്കാൻ ഉള്ളൂ. അവർക്ക് വേണ്ട, പ്രൈസ് കിട്ടണില്ല. ഞമ്മക്കാണെങ്കിൽ പഴയത്തിൽ ടിക്കറ്റ് കിട്ടിയാൽ അതുകൊണ്ട് ജീവിക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ കഴിയത് അതിന് ഇടയ്ക്ക് 2 കടം പോയാൽ ആ കാശ് കിട്ടുന്നില്ല. കാരണം തരുന്നില്ല. ഭാഗ്യക്കുറിയിൽ വലിയ വലിയ സമ്മാനങ്ങളാണ്. കൂടുതൽ ഭാഗ്യശാലികൾക്ക് കൂടുതൽ അവസരങ്ങൾ അണിയിച്ചൊരുക്കിക്കൊണ്ട് കേരള ഭാഗ്യക്കുറി എല്ലാ ദിവസവും നറുക്കെടുക്കുന്ന ടിക്കറ്റുകളുടെ സമ്മാനങ്ങൾ വർദ്ധിപ്പിച്ചു.
വർദ്ധിപ്പിച്ചത് സമ്മാനങ്ങളല്ല, സമ്മാനത്തുകയാണ്. സമ്മാനത്തുക വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും സർക്കാരിന് നികുതി ഇനത്തിലും വരുമാനം ലഭിക്കും. സമ്മാനത്തുക വർദ്ധിപ്പിച്ചപ്പോൾ ഭാഗ്യശാലികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് സംഭവിച്ചു. ചില സംവിധാനത്തിൽ ലോട്ടറി മേഖലയാകെ സർക്കാരിനോട് അതൃപ്തി അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സർക്കാരിന്റെ പുതിയ ലോട്ടറി നയത്തിൽ മാറ്റം വരുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ കച്ചവടക്കാർ.